തുടർച്ചയായി 3 തവണ ലോക സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പ് നേടിയ ലാൻസ് ആംസ്ട്രോങ്ങിൻ്റെ കഥ ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രചോദനമായിട്ടുണ്ട്. എന്നാൽ മാരകമായ ക്യാൻസർ രോഗബാധിതനായിരുന്ന അദ്ദേഹം അതിനെ അതിജീവിച്ച ശേഷമാണ് അസൂയാർഹമായ ഈ വിജയം കൊയ്തെടുത്തതെന്ന് അധികമാർക്കും വിശ്വസിക്കാനേ കഴിയുകയില്ല. 1996 ഒക്ടോബറിൽ ക്യാൻസർ ആദ്യം അദ്ദേഹത്തെ ബാധിച്ചു. പിന്നീട് അത് ഉദരത്തിലേക്കും തലച്ചോറിലേക്കും ബാധിച്ചു. ശസ്ത്രക്രിയയ്ക്കും കീമോതെറാപ്പിക്കും റേഡിയേഷനും അദ്ദേഹം നിരന്തരമായി വിധേയനായി. അദ്ദേഹം ജീവിക്കുമെന്ന് ആരും കരുതിയില്ല. പക്ഷേ ലാൻസ് തൻ്റെ കോച്ചിനോട് പറഞ്ഞു, ഞാനിപ്പോൾ ഒരു വിഷമഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. പക്ഷേ ഞാൻ ഉടനെ അതിനെ അതിജീവിച്ചതിൻ പുറത്തു വരും. മാസങ്ങളോളം ആശുപത്രി കിടക്കയിൽ കഴിയേണ്ടി വന്ന അദ്ദേഹത്തോട് നേഴ്സ് പറഞ്ഞു, നോക്കൂ ലാൻസ്, ഒരു ദിവസം നിങ്ങൾ ഈ ആശുപത്രിയിലേക്ക് വീണ്ടും വരും. പരിശോധനയ്ക്ക് ശേഷം മടങ്ങിപ്പോകും. വീണ്ടും ഒരു ദിവസം ഇനി ഒരിക്കലും തിരിച്ചു വരേണ്ട ആവശ്യമില്ല എന്ന അറിവുമായി നിങ്ങൾ മടങ്ങിപ്പോകും. വിശ്വാസമാർജിക്കൂ, നിങ്ങൾ സുഖപ്പെടും. അങ്ങനെ തന്നെ സംഭവിച്ചു. താൻ സുഖം പ്രാപിച്ചുവെന്ന അറിവുമായി അദ്ദേഹം ആശുപത്രി വിട്ടു. മാസങ്ങൾ നീണ്ട അടുത്ത പരിശീലനം നടത്തി 1999 ലോക സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത് എല്ലാവരെയും അത്ഭുതരാക്കി അദ്ദേഹം ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി. ഒരിക്കലല്ല, തുടർച്ചയായ 3 തവണ ആളുകളെ ഏറ്റവും കൂടുതൽ പ്രചോദിപ്പിച്ചിട്ടുള്ള ഒരു കായിക താരമാണ് ലാൻസ്. അചഞ്ചലമായ ആത്മവിശ്വാസമാണ് അതിന് അദ്ദേഹത്തെ പ്രാപ്തനാക്കിയത്. വിജയിക്കുവാനുള്ള കഴിവും അഭിവാഞ്ഛയും നിങ്ങളിലുണ്ട്. നേടാനും കീഴടക്കാനും ജീവിതമെന്ന മഹത്തായ കളിയിൽ അതിശോഭനമായ ഒരു പങ്കുവഹിക്കാനുമാണ് നിങ്ങൾ ജനിച്ചിരിക്കുന്നത്. എന്നാൽ നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ കഴിവിനെക്കുറിച്ചും അത്തരമൊരു ധാരണ നിങ്ങളിൽ ഉണ്ടാകാതെ മഹത്തായ യാതൊന്നും നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുകയില്ല. നാം നമ്മുടെ ആഗ്രഹങ്ങളുമായും നമ്മുടെ മനസ്സിൽ എന്തിനാണോ കൂടുതൽ മേധാവിത്വമുള്ളത് അതുമായും ഹൃദയം കൊതിക്കുന്ന കാര്യങ്ങളുമായും ബന്ധം സ്ഥാപിക്കുന്നു. ഇക്കാര്യങ്ങളെ നമ്മളുടെ ആഗ്രഹങ്ങളുടെ തീവ്രതയ്ക്കും ദൃഢതയ്ക്കും ആ ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമങ്ങൾക്കും ആനുപാതികമായി സാക്ഷാത്കരിക്കാൻ യത്നിക്കുന്നു. പ്രശ്നങ്ങളില്ലാതിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് അവസാനിപ്പിക്കുക. സമൃദ്ധി നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദാരിദ്ര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് അവസാനിപ്പിക്കുക. നിങ്ങൾ ഭയപ്പെടുകയോ ആഗ്രഹിക്കുകയോ ചെയ്യാത്ത കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാതിരിക്കുക. കാന്തം എപ്പോഴും ഇരുമ്പിനെ മാത്രമേ ആകർഷിക്കൂ. ഇരുമ്പടങ്ങിയിട്ടില്ലാത്ത തടി, പിച്ചള, റബ്ബർ തുടങ്ങിയവയോട് അതിന് യാതൊരു ആകർഷണവുമില്ല. കാരണം ഇഷ്ടപ്പെടുന്നതിനെ മാത്രമേ അത് ആകർഷിക്കൂ. മനുഷ്യരെല്ലാം മനുഷ്യകാന്തങ്ങളാണ്. ഒരു കാന്തം അതിനിഷ്ടമുള്ള ഇരുമ്പിനെ വലിച്ചെടുക്കുന്നത് പോലെ നമ്മളും നമ്മുടെ ചിന്തകളോടും ആശയങ്ങളോടും പ്രതികരിക്കുന്ന വസ്തുക്കളെയും ആളുകളെയും ആകർഷിക്കുകയും ബന്ധം സ്ഥാപിച്ചെടുക്കുകയും ചെയ്യും. നിങ്ങൾ ഇപ്പോൾ എന്താണോ അത് നിങ്ങൾ എന്തായിത്തീരണം എന്ന നിങ്ങളുടെ ആഗ്രഹത്തിൻ്റെ ആത്യന്തിക ഫലമാണ്. ഭൂതകാലത്ത് നിങ്ങൾ ദാരിദ്ര്യത്തെക്കുറിച്ചായിരുന്നു ചിന്തിച്ചു കൊണ്ടിരുന്നതെങ്കിൽ നിങ്ങളിപ്പോൾ ദാരിദ്ര്യത്തിലായിരിക്കും. നമ്മൾ എന്താണ് എന്ന് നാം ചിന്തിക്കുന്നോ അതായിരിക്കും നാം. ആസ് ദി മാൻ തിങ്ക് എന്ന തൻ്റെ ബെസ്റ്റ് സെല്ലിംഗ് ബുക്കിൽ ജെയിംസ് അലൈൻ ഇത് പറയുന്നു. ഒരാൾ തന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നുവോ അങ്ങനെയായിരിക്കും അയാൾ എന്ന പഴഞ്ചൊല്ല് ഒരു മനുഷ്യൻ്റെ ഓരോ ജീവിതാവസ്ഥയും സ്വാധീനിക്കുവാൻ പര്യാപ്തമാണ്. അവൻ്റെ സ്വഭാവം അവൻ്റെ ചിന്തകളുടെ ആകത്തുകയായിരിക്കും. വിത്തിൽ നിന്ന് ചെടി മുള പൊട്ടുന്നത് പോലെ മനുഷ്യൻ്റെ ഓരോ പ്രവൃത്തിയും അവൻ്റെ ചിന്തയിൽ നിന്നാണ് മുള പൊട്ടുന്നത്. അതായത് പ്രവൃത്തി നമ്മുടെ ചിന്തയുടെ പൂവാണ്. സന്തോഷവും സന്താപവും അതിൻ്റെ ഫലങ്ങളും. ഈ ലോകത്തിൽ എല്ലാം 2 തവണ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ആദ്യം നിങ്ങളുടെ മനസ്സിലും പിന്നീട് യഥാർത്ഥമായി. യാത്ര ആരംഭിക്കും മുമ്പ് എവിടെയാണ് എത്തേണ്ടതെന്ന് നിങ്ങൾ ലക്ഷ്യമുണ്ടായിരിക്കും. യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ എത്തി എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ചിന്തിച്ചിരിക്കും. സ്വന്തം വീടിൻ്റെ നിർമ്മാണം ആരംഭിക്കും മുമ്പ് മനസ്സിൽ ആ ബ്ലൂ പ്രിൻ്റ് തയ്യാറായിരിക്കും. ദരിദ്രമായ തങ്ങളുടെ അവസ്ഥകളെക്കുറിച്ചും സുഹൃത്തുക്കളില്ലാത്തതിനെക്കുറിച്ചും സ്നേഹവും അവസരവും സാമൂഹിക ജീവിതവും അംഗീകാരവും ലഭിക്കാത്തതിനെക്കുറിച്ചും അവർ നിരന്തരം പരാതിപ്പെട്ടുകൊണ്ടിരിക്കും. തങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ ആകർഷിച്ചെടുക്കാൻ കഴിയുന്ന കാന്തങ്ങളായി എങ്ങനെ മാറാമെന്ന് ഇവർ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്.
നമ്മുടെ ഏറ്റവും നല്ല ഗുണങ്ങൾ അടിസ്ഥാനമാക്കിയല്ല, ഏറ്റവും മോശമായ കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് നാം സ്വയം വിലയിരുത്തുന്നത്. തങ്ങളുടെ വിശ്വാസത്തിൻ്റെ ദൃഢതയ്ക്കും തീവ്രതയ്ക്കും ആനുപാതികമായി യഥാർത്ഥത്തിൽ മനുഷ്യർ മഹത്തായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ലോകത്താരൊക്കെ മഹത്തായ സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടോ, ആരൊക്കെ അതിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചു,